ജെനിറ്റ് വിക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. കഴിഞ്ഞ വർഷം 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകം മാറി ഇത്തവണ, അതായത് 2025-2026 അധ്യയന വർഷത്തെ 6, 8, 10 സ്റ്റാൻഡേർഡുകളുടെ പുസ്തകം കൂടി മാറിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം അതായത് ജീവശാസ്ത്രത്തിലെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു വീഡിയോ സീരീസ്, അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് PSC എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെയും SSLC സ്റ്റുഡൻസിനെയും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീഡിയോസ് കാണുക. ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യമുള്ള ചില ഷോർട്ട് കട്ടുകളും കോഡുകളും ഒക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ അവസാനം വരെ കാണുന്നവർക്കായി അവസാന ഭാഗത്ത് ഒരു ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ എക്സാമിനൊക്കെ മുമ്പായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു റാപ്പിഡ് റിവിഷന് ഈ ഷോർട്ട് നോട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, നമുക്കിനി അധികം സംസാരമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ജീവശാസ്ത്രം 2 ഭാഗം പുസ്തകങ്ങളുണ്ടല്ലോ, അതിൽ ആദ്യത്തെ ഭാഗത്തിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററായ ജീവൻ്റെ ജനിതകം, അത് 2 വീഡിയോസായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇച്ചിരി ലെങ്തി പോർഷനാണ്, ബോറടിക്കണം, നമുക്ക് 2 വീഡിയോസായിട്ട് ചെയ്യാം. ഓക്കെ, എന്തൊരു ഇൻട്രൊഡക്ഷൻ, പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 നോബൽ പ്രൈസുകളാണ്. 1962-ലും 2020-ലും നൽകപ്പെട്ട 2 നോബൽ പ്രൈസുകളാണ് ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത്. 1962-ൽ മെഡിസിനും 2020-ൽ രസതന്ത്രത്തിനുമാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, 2 പോയിൻ്റാണ് പഠിച്ചത്. 1962-ൽ മെഡിസിൻ, 2020-ൽ ഏതിനാ, രസതന്ത്രം. ഓക്കെ, മെഡിസിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? 3 വ്യക്തികളുണ്ട്. 62-ൽ 3 പേരുണ്ട്. ആരൊക്കെയാണ്? 1, ഫ്രാൻസിസ് ക്രിക്ക്. ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക്. 2ാമത്തെ ആൾ ജെയിംസ് വാട്സൺ. 3ാമത്തെ ആൾ മൗറിസ് വിക്കിൻസ്. എന്താണ്? മൗറിസ് വിക്കിൻസ്. 3 പേർക്ക്, ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ, മൗറിസ് വിക്കിൻസ്, ഈ 3 പേർക്കാണ് 1962-ൽ മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത്. നോബൽ പ്രൈസ് ലഭിക്കണമെങ്കിൽ എന്തോ വിലപ്പെട്ട വലിയൊരു സംഭാവന ശാസ്ത്രലോകത്തിന് ഇവർ നൽകിയിരിക്കണം, അല്ലേ? എന്താണ് സംഭാവന? നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് DNA-യിലൂടെയാണെന്ന് മനസ്സിലാക്കിയിരുന്ന കാലം. പക്ഷേ DNA-യുടെ ഘടനയെക്കുറിച്ചോ അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചോ യാതൊരുവിധ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മൗറിസ് വിക്കിൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ക്രിസ്റ്റോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യയിലൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഈ ഫോട്ടോസ് ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും പഠനവിധേയമാക്കി. അങ്ങനെ അവർ അതിലെ 51ാമത്തെ ഫോട്ടോയിൽ നിന്ന്, ആ നമ്പർ പ്രധാനമാണ്, എത്രാമത്തെയാണ്? 51ാമത്തെ ഫോട്ടോയിൽ നിന്ന് DNA-യുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തി. ഓക്കെ, എന്താണ് നൽകിയ സംഭാവന? DNA-യുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിനാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മൗറിസ് വിക്കിൻസിനും നോബൽ പ്രൈസ് ലഭിച്ചത്. സെറ്റാണല്ലോ. 2ാമത്തെ നോബൽ പ്രൈസിലേക്ക് പോകാം. 2020-ൽ ഇതിനാ രസതന്ത്രത്തിന്. ആർക്കൊക്കെ കിട്ടിയത്? 2 പേരേ ഉള്ളൂ പഠിക്കാൻ. എത്ര പേരാണ് ഉള്ളത്? 2 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? 1ാമത്തെ ആൾ ജെന്നിഫർ എ ഡൗഡിന. 2ാമത്തെ ആൾ ഇമ്മാനുവേൽ കാർപ്പൻറ്റിയർ. ആരൊക്കെയാണ്? ഇമ്മാനുവേൽ കാർപ്പൻറ്റിയർ. അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമുണ്ട്, പറഞ്ഞു തരാം. പേര് മറക്കൂല, നമുക്ക് എളുപ്പത്തിന് പഠിക്കാം കേട്ടോ. എന്താണ് അവർ ചെയ്തത്? എഡിറ്റിങ്ങിന് ആവശ്യമായ CRISPR-Cas9, എന്താണ്? CRISPR-Cas9 എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തി. ജീൻ എഡിറ്റിംഗ് എന്താണ്? വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ട്, അല്ലേ? സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നവരാണ്. എഡിറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം നമുക്ക് വേണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റാം. ഇതിലേക്ക് പുതിയ എന്തെങ്കിലും നമുക്ക് കുറച്ച് പാർട്സ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ അതിൻ്റെ കളറും പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡും അതിൻ്റെ സൂം കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യമായ മോഡിഫിക്കേഷൻസൊക്കെ എന്ത് ചെയ്യാം, വരുത്താം. ഇതാണ് എഡിറ്റിംഗ്, അല്ലേ? ഇത്തരത്തിൽ ജീൻ എഡിറ്റിങ്ങിന് ആവശ്യമായ CRISPR-Cas9 സാങ്കേതികവിദ്യ കണ്ടെത്തിയവരാണ്
കണ്ടെത്തിയവരാണ്. സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കാൻ ഒരു എളുപ്പ വഴി ഇതാ വരികയാണ്. ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിംഗ്. രണ്ടിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് അങ്ങ് എടുക്കാം. ജീനിൽ ജ ശബ്ദവും എഡിറ്റിങ്ങിൽ എയും അല്ലേ. ഒന്നാമത്തെ ആൾ ജ. ഇപ്പോൾ കിട്ടി. എന്താണ്? ജെന്നിഫർ. ജെന്നിഫർ എ ഡൗഡിന. ആരാണ്? ജെന്നിഫർ എ ഡൗഡിന. നമുക്ക് ആദ്യ ഭാഗം കിട്ടിയ ബാക്കി നമ്മൾ 2 തവണ പറയുമ്പോഴത്തേക്ക് ബാക്കി വന്നോളൂ. ജെന്നിഫർ എ ഡൗഡിന. രണ്ടാമത്തെ ജീൻ എഡിറ്റിംഗ്. എഡിറ്റിങ്ങിലെ എ. നമുക്ക് ഇമ്മാനുവേലിനെ തൽക്കാലം എമ്മാനുവേൽ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എമ്മാനുവേൽ അല്ലേ. അപ്പോൾ ഇനി കിട്ടില്ലേ? ജീൻ എഡിറ്റിംഗ്. ജെന്നിഫറും ഇമ്മാനുവേലും. ജീൻ എഡിറ്റിംഗ്. ജെന്നിഫർ ഇമ്മാനുവേൽ. ഓക്കെയാണ്, ഡണ്ണാണ്. ശരി, അപ്പോൾ 2 നോബൽ പ്രൈസ് കണ്ടു. ജീൻ എഡിറ്റിംഗ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണല്ലേ. അപ്പോൾ എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അത്യാവശ്യം ഒരു എന്താ പറയുക, അതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാം DNA എന്ന് പറയുന്നത് നമ്മുടെ ലങ്സ്, ലിവറോ ഹാർട്ടോ പോലെ ഫിസിക്കലി ഇച്ചിരി വലുതായിട്ടൊരു സംഭവം അല്ല DNA അല്ലേ. സൂക്ഷ്മമാണ്. അത് എത്രത്തോളം സൂക്ഷ്മമാണ് അതറിയണമെങ്കിൽ എവിടെയാണ് DNA ഇരിക്കുന്നതെന്ന് അറിയണം. നമ്മുടെ ബോഡിയിൽ എവിടെയാണ് DNA സ്ഥിതി ചെയ്യുന്നത്? അതാണ് രണ്ടാമത്തെ ഭാഗം. അടുത്ത ഭാഗത്തിലേക്ക് പാഠപുസ്തകം പോകുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ കോശത്തിനുള്ളിൽ, മൈക്രോസ്കോപ്പിക് ഫിഗറായ കോശത്തിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിൻ്റെയും ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയയിലാണ് DNA. ഓക്കെ, മൈറ്റോകോൺട്രിയയിലാണ് DNA. നല്ല DNA ചേർന്നാണ് മൈറ്റോകോൺട്രിയ ഉണ്ടാകുന്നത്. നമ്മൾ പിന്നത്തേതിൽ പഠിക്കും. അപ്പോൾ എവിടെയാണ്? കോശത്തിൻ്റെ അകത്ത്, ന്യൂക്ലിയസിൻ്റെയും ഉള്ളിൽ, മൈറ്റോകോൺട്രിയയിലാണ് DNA ഉള്ളത്. അപ്പോൾ അത്രത്തോളം മൈന്യൂട്ടാണല്ലേ. അത്രത്തോളം മൈന്യൂട്ടായ DNA എഡിറ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യയായ ക്രിസ്പർ-കാസ്9 കണ്ടെത്തിയ ജെന്നിഫറിനും എമ്മാനുവേലിനും കൊടുക്കണ്ടേ നോബൽ പ്രൈസ്? ഓക്കെ, അപ്പോൾ നമ്മൾ DNA സ്ഥാനം കണ്ടല്ലേ. അടുത്ത് പോകുന്നത് DNA ഘടനയാണ്. ഓക്കെ, DNA ഘടന നമ്മൾ ആദ്യം പഠിച്ചു. എന്താണ്? ചുറ്റുഗോവണി മാതൃക എന്ന് പഠിച്ചല്ലേ. കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പഠിച്ചാൽ എന്താണ്? നമുക്ക് ഏണി, നമ്മൾ കൈ പിടിച്ച് കയറാനായിട്ട് 2 ഭാഗമുണ്ടല്ലേ. അതിന് നമ്മൾ പറയും ഇഴകൾ എന്ന് പറയും. എന്ത് പറയും? ഇഴകൾ. പിന്നെ എന്താ ഉണ്ടാവും? എനിക്ക് ചവിട്ടി കയറാനായിട്ട് സ്റ്റെപ്സ്, പടികളുണ്ടാവും. ഓക്കെ, അപ്പോൾ 2 ഇഴകളും പടികളും ചേർന്ന ചുറ്റുഗോവണിയുടെ മാതൃകയാണ് ആർക്ക്? DNAക്ക് അല്ലേ. എന്താണ്? 2 ഇഴകളോട് കൂടിയ ചുറ്റുഗോവണിയുടെ മാതൃകയാണ് DNAക്കുള്ളത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ആദ്യം തന്നിരിക്കുന്നത് DNAയുടെ ഒരു ഘടനയാണ്. രണ്ടാമത് തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കിക്കേ. അതെന്താണ്? DNAയുടെ ഘടകങ്ങളാണ്. അതിൻ്റെ എന്തൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് രണ്ടാമത് തന്നിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു നിർമ്മിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകം വേണം അല്ലേ. അടിസ്ഥാന ഘടകം വേണം. ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുക, അതിൻ്റെ വാൾസ് കെട്ടണമെങ്കിൽ എന്ത് വേണം? ബ്രിക്സ് വേണം, ഇഷ്ടിക വേണം അല്ലേ. ഇഷ്ടിക അടുക്കി പരസ്പരം യോജിപ്പിക്കാതെ വെച്ചാൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പം പരസ്പരം യോജിപ്പിച്ച് ഇഷ്ടികൾ അടുക്കി വെച്ചാണ് ഒരു വോൾ ഉണ്ടാക്കുന്നത് അല്ലേ, ചുവരുണ്ടാക്കുന്നത്. സെയിം അതുപോലെ നമ്മുടെ DNA ഉണ്ടാക്കാനുള്ള ഇഷ്ടികകളുണ്ട്. ഈ ഇഷ്ടികയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡുകൾ. എന്താണ്? ന്യൂക്ലിയോടൈഡുകൾ. ഓക്കെ, അപ്പോൾ DNAയുടെ അടിസ്ഥാന നിർമ്മാണ യൂണിറ്റുകളാണ് ന്യൂക്ലിയോടൈഡുകൾ. ക്ലിയർ ആണല്ലോ? ന്യൂക്ലിയോടൈഡ് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത്? ജലം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജല തന്മാത്രകൾ അടുക്കി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇനി തന്മാത്ര ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും വെച്ച്, അതും 2 ഹൈഡ്രജനും 1 ഓക്സിജനും വെച്ച് ഒരു ജല തന്മാത്ര. അങ്ങനെയുള്ള തന്മാത്രകൾ ചേർന്ന് ജലമായി. സെയിം അതുപോലെ തന്നെ ഇവിടെ 3 ഘടകങ്ങൾ ചേർന്ന് ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. 3 ഘടകങ്ങളും ഓരോന്ന് ചേർന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആ 3 ഘടകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് അടുത്ത് വരുന്ന ഫിഗർ ഒന്ന് നോക്കിക്കേ. യെല്ലോ സർക്കിൾ കളർ, അതാണ് ഫോസ്ഫേറ്റ്. എന്താണ്? ഫോസ്ഫേറ്റ്. ഇപ്പം തന്നെ നമുക്കങ്ങ് പഠിക്കാം. ഫോസ്ഫേറ്റ്. രണ്ടാമത് 5 വശം അല്ലെ. ഓക്കെ, പഞ്ചഭുജം അല്ലേ. നീല കളറിലൊരു പഞ്ചഭുജം വരുന്നുണ്ട്. അത് പഞ്ചസാരയാണ്. ആരൊക്കെ വന്നു? ഫോസ്ഫേറ്റ് വന്നു, പഞ്ചസാര വന്നു. ഫോസ്ഫേറ്റ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ PHO അല്ലേ. അവിടെയും P ഉണ്ട്, പഞ്ചസാരയും P ആണ് അല്ലേ. രണ്ടും പായാണ് കേട്ടോ. ജസ്റ്റ് പറ്റുന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഫോസ്ഫേറ്റും പിന്നെ
പഞ്ചസാരയും ആണെങ്കിൽ ഫോസ്ഫേറ്റ് എന്നങ്ങ് പഠിച്ചോ, നമുക്ക് മനസ്സിലിരുന്നാൽ മതിയല്ലോ. ഫോസ്ഫേറ്റും പഞ്ചസാരയും. ഈ പഞ്ചസാരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ടേബിൾ ഷുഗർ അല്ല, നമുക്കെപ്പോഴും കഴിക്കുന്ന പഞ്ചസാര ആയിരിക്കും ഓർമ്മ വരിക. ടേബിൾ ഷുഗർ അല്ല, അത് C6H12O6 ആണ്. ഇതെന്താണ്? C5 ആണ്. 5 കാർബൺ പഞ്ചസാരയാണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പേരുണ്ട്. എന്താണ്? കാർബോക്സി റൈബോസ്. എന്താണ്? കാർബോക്സി റൈബോസ് എന്ന പഞ്ചസാര. ദെൻ വലതുവശത്ത് മറ്റൊരു ഫിഗറാണ്, ഒരു വയലറ്റ് മറ്റൊരു ഓക്കെ. അടുത്ത് വേറൊന്നുണ്ട്, നൈട്രജൻ ബേസ്. എന്താണ്? നൈട്രജൻ ബേസ്. അപ്പോൾ ഒരു നൈട്രജൻ ബേസും ഒരു ഡയോക്സി റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റും, ഇത് മൂന്നും ചേർന്നതാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷെ ചോദിച്ചേക്കാം, നമ്മൾ കഴിക്കുന്ന ടേബിൾ ഷുഗറും ഏതിലെ ന്യൂക്ലിയോടൈഡിലെ ഷുഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കും. എന്താണ്? നമ്മൾ കഴിക്കുന്നത് C6 ആണ്, കാർബൺ 6 ആണ്, ഇത് കാർബൺ 5 ആണ്. ഓക്കെ ആണല്ലോ. ഈ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? DNA ഉണ്ടായിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡുകൾ ചേരുമ്പോൾ കണക്ട് ചെയ്യുന്നത് നൈട്രജൻ ബേസിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമ്മുടെ പഴയ ചിത്രത്തിലേക്ക് വീണ്ടും വരാം. അവിടെ എന്താണ്? ആ നൈട്രജൻ ബേസുകൾ വരുന്ന ഭാഗമാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. ആ വലതുവശത്ത് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇങ്ങനെ 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. നൈട്രജൻ ഇന്നിലാണ് അവസാനിക്കുന്നത് അല്ലേ? അതിൻ്റെ ബേസുകളും ഇന്നിലാണ് അവസാനിക്കുന്നത്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ ആണല്ലോ. അതുപോലെ അവസാനത്തെ രണ്ടും ഐയിൽ തന്നെയാണ് തുടങ്ങുന്നതും, തൈമിൻ, സൈറ്റോസിൻ. ഇങ്ങനെയൊക്കെ ചില കണക്ഷൻസ് ഒക്കെ ഓർത്തു വയ്ക്കുക. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ ആണല്ലോ. അപ്പം ഈ 4 നൈട്രജൻ ബേസുകളാണ് പ്രധാനമായിട്ടെന്നല്ല DNA-യിലുള്ളത്. പക്ഷേ ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ചില നൈട്രോടൈഡിൽ എന്തായിരിക്കും ഉള്ളത്? അഡിനിനായിരിക്കും. മറ്റ് ചില ന്യൂക്ലിയോടൈഡിലുള്ളത് എന്തായിരിക്കും? ഗ്വാനിനായിരിക്കും. ഇനി ചില ന്യൂക്ലിയോടൈഡ് ഇഷ്ടികകളിലുള്ളത് ഏതായിരിക്കും? സൈറ്റോസിൻ ആയിരിക്കും. അപ്പോൾ ഇവ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത് ജോഡി ചേർന്നാണ്. 2 നൈട്രജൻ ബേസുകൾ തമ്മിൽ ചേരുന്നുണ്ട്. പക്ഷേ ഈ നൈട്രജൻ ബേസുകൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കും ജോഡി ചേരുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ ആ പടിയിൽ ആദ്യത്തെ മുകളറ്റത്തെ പടിയിൽ കണ്ടോ Gയും Cയും. G മീൻസ് ഗ്വാനിൻ, C മീൻസ് സൈറ്റോസിൻ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അത് മൂന്നാമത്തെ പടിയും ഇത് തന്നെയാണ് അല്ലേ? ഗ്വാനിനും സൈറ്റോസിനുമാണ്. രണ്ടാമത്തെ പടിയും 4ാമത്തെ പടിയും നോക്കിക്കേ, അഡിനിനും തൈമിനുമാണ്. അപ്പോൾ എപ്പോഴും അഡിനിൻ തൈമിനുമായിട്ട് മാത്രമേ ജോഡി ചേരൂ. സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് മാത്രമേ ചേരൂ. ഓക്കെ, പഠിക്കാൻ ചെറിയൊരു ട്രിക്ക് അവിടെ നമുക്ക് നോക്കാം. സൈറ്റോസിനും ഗ്വാനിനും അല്ലേ, രണ്ടിനും ഫസ്റ്റ് ലെറ്റർ സിയും ജിയും ആണ്. സി എങ്ങനെ എഴുതുക? മീൻസ് സി എഴുതുക അല്ലേ? ആ സിയെ തന്നെ ജിയും ആക്കാം. അപ്പോൾ സിയിൽ നിന്നാണ് ജിയും വരുന്നത്. സിയും ജിയും ഏകദേശം സഹോദരങ്ങളാണെന്ന് നോക്കാം അല്ലേ? ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് വരും. അപ്പോൾ മറ്റേ രണ്ടുപേരും അടുത്ത ജോഡിയാകും. സിയും ജിയും ഒന്നിച്ചാവും. ഓക്കെ ആണല്ലോ. സിയും ജിയും ഏകദേശം ഒരുപോലെ എഴുതുന്ന, അതുകൊണ്ട് അവർ രണ്ടും ഒന്നിച്ചാവും. ഓക്കെ, ഏകദേശം സെയിം ഫിഗറാണ്, അതുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ചാവും എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം കൂടി. അപ്പോൾ പടികൾ രൂപം കൊള്ളുന്നത് എന്തൊക്കെ കൊണ്ടാണ്? നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ്. അങ്ങനെ തന്നെ പഠിക്കണം. നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് പടികൾ ഉണ്ടാകുന്നത്. എങ്കിൽ ഇഴകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ രണ്ടാമത്തെ ഫിഗറിൽ നിന്ന് ആ പടികളെ അങ്ങ് മാറ്റിയിട്ട് നോക്കിക്കേ, ഇഴകൾ ഉണ്ടാകുന്നത് എന്തൊക്കെ ചേർന്നാണ്? യെസ്, ഡയോക്സി റൈബോസ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന്. ഓക്കെ, പഞ്ചസാരയും ഫോസ്ഫേറ്റും. പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിനൊപ്പം പഞ്ചസാര എന്ന് പറഞ്ഞ് പഠിക്കരുത്, പഞ്ചസാരയുടെ പേര് തന്നെ പഠിക്കുക. ഡയോക്സി റൈബോസ് പഞ്ചസാരയും പിന്നെ ഫോസ്ഫേറ്റും ചേർന്നാണ് ഇഴകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒറ്റ സെൻറ്റൻസിൽ അങ്ങ് പഠിക്കാം. ഫോസ്ഫേറ്റും ഡയോക്സി റൈബോസ് പഞ്ചസാരയും ചേർന്ന 2 ഇഴകളും നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്ന പടികളുമാണ് DNA-യിലുള്ളത്. ഇത്തരത്തിലുള്ള ചുറ്റുഗോവണിയുടെ മാതൃകയാണ് DNA-ക്ക്. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ യൂണിറ്റ് ന്യൂക്ലിയോടൈഡാണ്. ഓക്കെ അല്ലേ? ശരി, ഓക്കെയാണ്. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റിലിടുക.
അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഒരു വലിയ കണക്കിലേക്കാട്ടോ. കണക്കെന്ന് പറഞ്ഞാൽ ചിലർക്ക് പേടിയായിരിക്കും അല്ലേ, വലിയൊരു കണക്ക്. പക്ഷെ വലിയ കണക്കാണെങ്കിലും രസകരമായ കണക്കാണ്. എന്താണ് രസകരമായ കണക്ക്? ഡി എൻ എയുടെ വലിപ്പം. നമ്മുടെ ഡി എൻ എ, മനുഷ്യ ശരീരത്തിലെ ഡി എൻ എ നീട്ടി വച്ചാൽ എത്രത്തോളം നീളമുണ്ടാകും നോക്കാം. ഒരു ക്രോമസോമിൽ ഡി എൻ എയുടെ നീളം 2 ഇഞ്ച്. 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു ഡി എൻ എയുടെ നീളം 5 സെൻറ്റിമീറ്റർ അഥവാ 2 ഇഞ്ച്. അങ്ങനെ ഒരു കോശത്തിനുള്ളിൽ എത്ര ക്രോമസോം ഉണ്ടാകും? മനുഷ്യ ശരീരമാണെങ്കിൽ 46 എണ്ണം, 23 ജോഡി. ഓരോ ജീവികളും സ്പീഷീസ് മാറുന്നതനുസരിച്ച് ഓരോ ജീവിവർഗത്തിനും ഓരോ ഡി എൻ എ നമ്പർ ആയിരിക്കും അല്ലേ, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ഒരു കോശത്തിൽ 46 എണ്ണം ക്രോമസോം ഉണ്ടാകും. ഒരു ക്രോമസോമിലെ ഡി എൻ എയുടെ നീളം 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു കോശത്തിനുള്ളിലെ ഡി എൻ എയുടെ നീളം 2 മീറ്റർ. എത്രയാണ്? 2 മീറ്റർ. 2 മീറ്റർ ആയേ. ഇനി അടുത്ത്, ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം, ഓരോരുത്തരുടെയും വ്യത്യാസമാണ്, നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ, ഹൈറ്റൊക്കെ അനുസരിച്ച്, നമ്മുടെ സൈസ് അനുസരിച്ച്. ഒരു മനുഷ്യ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട്. ട്രില്യൺ മീൻസ് 1,00,000 കോടി. എന്താണ്? 1,00,000 കോടിയാണ് 1 ട്രില്യൺ. ഇങ്ങനെ ട്രില്യൺ കണക്കിന് കോശങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 67 ബില്യൺ മൈൽ നീളമുണ്ടാകും ഡി എൻ എക്ക്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഡി എൻ എയും ചേർത്ത് വച്ചാൽ 67 ബില്യൺ മൈൽ നീളമുണ്ടാകും. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി. ഓക്കെ, എങ്ങനെയാണ്? 1,00,000 കോടിയാണ് 1 ബില്യൺ. അപ്പോൾ 67 ബില്യൺ 6700 കോടി. 6700 കോടി മൈൽ നീളം. നമ്മുടെ മനസ്സിലെനിക്കത്ത കണക്കാല്ലേ, എന്ത് ലെങ്തിയാണ്. അതിനെ കുറച്ചുകൂടെ മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ, നമ്മുടെ ഭൂമിയില്ലേ, ഭൂമിയെ 2 ദശലക്ഷം തവണ, 2 ദശലക്ഷം അതായത് 20 ലക്ഷം അല്ലേ, 20 ലക്ഷം തവണ ചുറ്റി വരാനുള്ള നീളം നമ്മുടെ ഒരാളുടെ ശരീരത്തിലെ ഡി എൻ എക്കുണ്ട്. രസകരമായ കണക്കല്ലേ വലുതാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിജിറ്റ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വയ്ക്കണം. ഒരു ഡി എൻ എ 2 ഇഞ്ച് അഥവാ 5 സെൻറ്റിമീറ്റർ. ഒരു കോശത്തിനുള്ളിലെ ഡി എൻ എ 2 മീറ്റർ. അടുത്ത, മനുഷ്യ ശരീരത്തിലെ ആകെ ഡി എൻ എയുടെ നീളം ഏകദേശം 6700 ലക്ഷം കോടി മൈൽ. അല്ലെങ്കിൽ എന്ത് പറയാം, ഓക്കെ, 6700 കോടി മൈൽ. അതല്ലെങ്കിൽ ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാനുള്ള നീളം. ഇത് ഇത്രയും ഓർത്ത് വച്ചിരിക്കണം. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടിയാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബില്യൺ 100 കോടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നീളമുള്ള ഡി എൻ എ ഒരു കോശത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു. എത്ര 5 സെൻറ്റിമീറ്റർ ഉള്ള, അതായത് നമ്മുടെ നീളമുള്ള സ്കെയിലിൻ്റെ മൂന്നിലൊരു ഭാഗം നീളം ഒരു കോശത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത്. അതെങ്ങനെ സാധ്യമാകും? അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സിമ്പിളാണ്. നമ്മുടെ കയറ് ഭയങ്കര നീളമല്ലേ, നമ്മൾ എങ്ങനെയാണ് ഒതുക്കി വയ്ക്കുന്നത്? ചുറ്റി വയ്ക്കും അല്ലേ. നല്ല നീളമുള്ള കയറിനെ നമ്മൾ ചുറ്റി എടുത്തങ്ങ് വയ്ക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ വലിപ്പം കുറയും. നമ്മൾ തയ്ക്കുന്ന നൂലില്ലേ, തയ്ക്കുമ്പോൾ മെഷീൻ്റെ മുകളിലിടുന്ന നീളമുള്ള ചുറ്റിയ, അത് നമ്മളിങ്ങനെ നൂത്തിട്ടാൽ ഭയങ്കര നീളമായിരിക്കും അല്ലേ. പക്ഷേ അല്ലെങ്കിൽ ചുറ്റി വയ്ക്കുമ്പോൾ കുറച്ച് ഒതുങ്ങി വന്ന് സെയിം സെൻസാണ് നമ്മുടെ ഡി എൻ എയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡി എൻ എ ഇരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ക്രോമസോമിലാണ് അല്ലേ. ക്രോമസോമിന് 2 ഭാഗങ്ങളുണ്ട്. ഡി എൻ എയും ഉണ്ട്, പുതിയൊരു പേര് ഹിസ്റ്റോണുകളുമുണ്ട്. എന്താണുള്ളത്? ഹിസ്റ്റോണുകളുമുണ്ട്. ഓക്കെ, ആ ചിത്രം നോക്കിയാൽ നല്ല മനോഹരമായ സൂപ്പർ പിക്ചറാണ് പാഠത്തിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും നമുക്കറിയാം. ആദ്യ ഭാഗം എന്താണ്? ഡി എൻ എ ആണ്. അവസാന ഭാഗം എന്താണ്? ക്രോമസോമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്രോമസോമിൽ ഹിസ്റ്റോണും ഉണ്ട്, ഡി എൻ എയും ഉണ്ട്. ഈ ഹിസ്റ്റോൺ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറാണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ നമുക്കറിയാം, എന്ത് ചെയ്യും, കുട്ടികൾ 3-4 പേര് ചേർന്ന് അവരൊരു ഗ്രൂപ്പാവും, ഗ്യാങ് ഉണ്ടാവും അല്ലേ. നിങ്ങൾക്കൊക്കെ ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ ഗ്യാങ്ങിന് നമ്മളൊരു പേരിടും, എന്നിട്ട് എന്ത് ചെയ്യും, ഡെസ്കിലേക്ക് ഇങ്ങനെ പേരിങ്ങനെ എഴുതിയൊക്കെ വയ്ക്കും അല്ലേ. കോമ്പസൊക്കെ കൊണ്ട് ഇങ്ങനെ വരച്ച്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മുടെ ഹിസ്റ്റോൺ എന്താണ്? ഗ്യാങ് ആയിട്ടാണ് ഇരിക്കുന്നത്. 8 പേരാണ് ഓരോ ഗ്യാങ്ങിലും ഉള്ളത്. ഹിസ്റ്റോണ് 8 പേരടങ്ങുന്ന കൂട്ടമായിട്ടിരിക്കുന്നു.
അവർ ആ ഗ്രൂപ്പിനിട്ടിരിക്കുന്ന പേര്, നമുക്കൊരു സിനിമയുണ്ട് പഴയ ഫോർ ദ പീപ്പിൾ അല്ലേ, 4 പേരാണ് ഗ്രൂപ്പിലുള്ളത്, അതുകൊണ്ട് ഫോർ ദ പീപ്പിൾ. അതുപോലെ തന്നെയാണ് ഇവിടെയും പേരിട്ടിരിക്കുന്നത്. 8 പേര് ചേർന്നിരിക്കുന്നുണ്ട്. 8 എന്ന് സൂചിപ്പിക്കാൻ ഒക്ട എന്ന വേർഡല്ലേ. 8 ഹിസ്റ്റോണുകൾ ചേരുമ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമർ. ഓക്കെ, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ അതിലെ നമ്മൾ 8 ബോൾ ഒന്നിച്ച് വെച്ചാൽ എന്ത് ചെയ്യണം? അത് ചേർന്നിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ അത് പശ വെച്ച് ഒട്ടിച്ച് വെക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കെട്ടി വെക്കണം അല്ലെ, ഇതില്ലെങ്കിൽ ചെതറിപ്പോവും. അപ്പോൾ ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA എന്ത് ചെയ്തിട്ടുണ്ട്? ചുറ്റി വരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ DNA ആൽ ചുറ്റി വരിഞ്ഞ് കഴിയുമ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ പേര് മാറുന്നു ന്യൂക്ലിയോസോം. എന്തായിട്ട് മാറും? ന്യൂക്ലിയോസോം എന്നായിട്ട് മാറും. പഠിച്ച പുതിയ 3 വേർഡ്സ് ഹിസ്റ്റോൺ ഒക്ടാമർ, ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോം ആയി കഴിയുമ്പോൾ ഇങ്ങനെ നീളത്തിന് വരുമ്പോൾ അതിൽ ഒത്തിരി ന്യൂക്ലിയോസോമുകളുണ്ടാവും. ഇത് കഴിയുമ്പോൾ ഈ DNA ആ തന്തു എന്ത് ചെയ്യും? ന്യൂക്ലിയോസോം അടങ്ങിയ ആ ഒരു ലെങ്തി ഭാഗം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചറിൽ ചുറ്റും. നമ്മുടെ ചിത്രത്തിൽ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ ദൃശ്യം തീർന്നു കഴിയുമ്പോൾ പിന്നെ ഒരു സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചറാണ് കണ്ടല്ലോ. അങ്ങനെ ഒരു സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചറിലേക്ക് മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും DNAയുടെ നീളം കുറയുന്നു. സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചറായിട്ട് വന്നിട്ട് അത് വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ചുറ്റി ദണ്ട് രൂപത്തിലാകും. ഓക്കെ, ഇങ്ങനെ പല തവണ ചുറ്റി ഇരിക്കുന്നത് കൊണ്ട് DNAയുടെ നീളം വളരെ കുഞ്ഞാട്ടങ്ങ് മാറി. ഓക്കെ അല്ലേ? അങ്ങനെ ചുറ്റിയിരിക്കുമ്പോൾ 2 ദണ്ടുകൾ പോലെ ചുറ്റി വരുന്നുണ്ട്. ആ ദണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്താ? കൊമാറ്റിഡ്. എന്താണ്? കൊമാറ്റിഡ്. ഈ 2 ദണ്ടുകളും ചേരുന്ന ഭാഗം, ആ ജോയിൻ്റ് ആകുന്ന എക്സ് പോലെ ജോയിൻ്റ് ആകുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. അത് സെൻറ്റർ അല്ല, യഥാർത്ഥത്തിൽ സെൻറ്റർ അല്ല. 2 ദണ്ടുകളും സെൻറ്ററായിട്ടല്ല ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് നീളം കൂടുതൽ ഒന്ന് നീളം കുറവായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് സെൻട്രോമിയർ. അപ്പോൾ മൈറ്റോകോൺട്രിയയിലെ 2 പാർട്സ്, അതിൻ്റെ രൂപത്തിൽ 2 പാർട്സ് ഏതൊക്കെയാണ്? കൊമാറ്റിഡും സെൻട്രോമിയറും. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ 2 DNAയും ഹിസ്റ്റോണും. 8 ഹിസ്റ്റോൺ ചേരുമ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ, അതിനെ DNA ചുറ്റിക്കഴിയുമ്പോൾ ന്യൂക്ലിയോസോം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും നീളമുള്ള ഏകദേശം 6700 കോടി മൈൽ നീളമുള്ള DNA അതിസൂക്ഷ്മ ന്യൂക്ലിയസിനുള്ളിലെ മൈറ്റോകോൺട്രിയയിൽ ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിലിടണം. മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിടുക, മനസ്സിലാകുന്നില്ല എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അത് എന്ത് ചെയ്യുക? കമൻറ്റിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ, എനിക്കിത് വെച്ച് പഠിക്കാൻ കഴിയുന്നുണ്ട്, ഈസി ആകുന്നുണ്ട്, ഈ കോഡുകളും ഷോർട്ട് കട്ടൊക്കെ പറയുന്നത് എനിക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായാലും SSLCയുടെ എൻ്റെ കുഞ്ഞു മക്കളായാലും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത്, കാരണം ഇതിൻ്റെ അടുത്ത വീഡിയോ ഇനി വരുന്നുണ്ട്. ഇപ്പോൾ 2 വീഡിയോ ആകുമ്പോഴേ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. ആദ്യത്തെ 23 ജോഡിയാണ് ആകെ ഉള്ളത്. 22 ജോഡി ക്രോമസോമുകളെ സ്വരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? സ്വരൂപ ക്രോമസോമുകൾ. ഇതിൻ്റെ ധർമ്മം എന്താണെന്ന് അറിയാമോ? ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകളാണ്. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകൾ. അത് 22 ജോഡി. ശേഷിക്കുന്ന 1 ജോഡി ക്രോമസോമുകളെ ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ ജോലി. ലിംഗനിർണയത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ ലിംഗനിർണയത്തിന് കാരണമാകുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് ആ ക്ലിപ്പ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ സൂം ചെയ്ത് കാണണം കേട്ടോ. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോം, അതായത് 23 ജോഡി. 22 ജോഡി ക്രോമസോമുകൾ മനുഷ്യ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അവയെ സ്വരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നു. 1 ജോഡി ക്രോമസോം ലിംഗനിർണയം എന്ന ജോലി നിർവഹിക്കുന്നു. അവയെ ലിംഗനിർണയ ക്രോമസോം എന്ന് വിളിക്കുന്നു. ഓക്കെയാണ്. ഇനി സ്വരൂപ ക്രോമസോമുകളിലേക്ക് വരുമ്പോൾ 22 ജോഡി ക്രോമസോമുകളുണ്ടെന്ന് പറഞ്ഞു. ഓരോ ജോഡി ക്രോമസോം നമ്മൾ എടുക്കുമ്പോൾ അവയിൽ 2 ക്രോമസോമുകൾ ഉണ്ടാവില്ലേ? ഒരു ജോഡിക്കകത്ത് 2 എണ്ണം ഉണ്ടാവില്ലേ? ഇത് രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു ജോഡിയിലെ ഒരെണ്ണം നമ്മുടെ അമ്മയിൽ നിന്നും ഒരെണ്ണം നമ്മുടെ അച്ഛനിൽ നിന്നുമാണ് കിട്ടുന്നത്. മാതാപിതാക്കളിൽ നിന്നാണ്
ഓരോ ക്രോമസോമുകളും വന്നു ചേർന്ന് ഒരു ജോഡി ക്രോമസോമാവുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വരൂപ ജോഡി ക്രോമസോമുകൾക്കുള്ളിൽ ഒരു ജോഡി ക്രോമസോമിലെ രണ്ടെണ്ണവും ഒരുപോലെയുള്ളതായിരിക്കും. അതുകൊണ്ട് അവയെ സമരൂപ ക്രോമസോം എന്ന് പറയുന്നു. അവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് 22 ജോഡി ക്രോമസോമുകളെയും ഒരുമിച്ചല്ല സമരൂപമെന്ന് പറയുന്നത്. സമരൂപമെന്ന് പറഞ്ഞാൽ ഒരു ജോഡിക്കുള്ളിലെ 2 ക്രോമസോമുകൾ സമരൂപമാണ്. ഒന്നാമത്തെ ജോഡിയിലെ 2 ക്രോമസോമുകൾ സമരൂപമാണ്. പക്ഷെ അവയും മൂന്നാമത്തെ ജോഡിയിലെ സമരൂപമല്ല. രണ്ടാമത്തെ ജോഡിയിലെ 2 ക്രോമസോമുകൾ സമരൂപമാണ്. 13ാമത്തെ ജോഡിയിലെ 2 ക്രോമസോമുകളും സമരൂപമാണ്. അങ്ങനെയാണ് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് 22 ജോഡിയാണ് സ്വരൂപമെന്ന് വിളിക്കുന്നത്. സ്വരൂപ ക്രോമസോമുകളെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ലിംഗനിർണയത്തിന് കാരണമാകുന്ന ലിംഗനിർണയ ക്രോമസോമുകൾ. ഇവ 2 തരത്തിലുണ്ട്, എക്സും വൈയും. ഇവിടെ സമാനമല്ല. അവിടെ നമ്മൾ കണ്ടത് ഒരു ജോഡിക്കകത്തുള്ള 2ഉം ഒരുപോലെയായിരുന്നു, അതുകൊണ്ട് സമരൂപമെന്ന് വിളിച്ചു. ഇത് ഒരുപോലെയല്ല. ഒന്ന് എക്സും ആവാം, മറ്റൊന്ന് വൈയും ആവാം, 2ഉം എക്സും ആവാം. അപ്പോൾ ഇങ്ങനെ ആ ക്രോമസോമുകളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വൈ ക്രോമസോമ് എക്സിനേക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും. മറ്റതങ്ങനെയല്ല, 2ഉം സെയിം ആയിരുന്നു. എന്താണ്? ലിംഗനിർണയ ക്രോമസോമുകളിൽ എക്സ് ക്രോമസോമിനേക്കാൾ ചെറുതായിരിക്കും രണ്ടാമത്തെ വൈ ക്രോമസോം എന്ന് പറയുന്നത്. ഈ വൈ ക്രോമസോമിന് ഒരു ധർമ്മമുണ്ട്. ഇതാണ് ഒരു ഗർഭസ്ഥ ശിശു ആണാകണമോ പെണ്ണാകണമോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഈ വൈ ക്രോമസോമിനകത്ത് SRY എന്നൊരു ജീനുണ്ട്. ജീൻ എന്താണ് നമ്മൾ പിന്നീട് പഠിക്കും. അതായത് DNA ഓരോ പാർട്ടാണ്, കുറേ ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് വരുന്ന ഓരോ ഗ്രൂപ്പാണ് ജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. അപ്പോൾ SRY എന്ന് പറയുന്ന ജീനാണ് വൃഷ്ണങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. അപ്പോൾ വൈ ക്രോമസോം വന്നാൽ അത് പുരുഷനായിരിക്കും. ഉദരത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ അവൻ്റെ അപ്പനിൽ നിന്നും കിട്ടിയ ക്രോമസോമുകളിൽ ലിംഗനിർണയ ക്രോമസോമുകളിൽ ഒരെണ്ണം എക്സും 1 വൈയുമാണെങ്കിൽ അത് പുരുഷനായിരിക്കും. അല്ല 2 എക്സാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും? സ്ത്രീയും ആയിരിക്കും. മനസ്സിലായത്? നന്നായിട്ട് 1-2 തവണ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണില്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാകുന്ന ഒരു ഭാഗം. മനസ്സിലായല്ലോ? നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാമോ? നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞില്ലേ 22 ജോഡി അഥവാ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകൾ, പിന്നെ ലിംഗനിർണയ ക്രോമസോമുകൾ. ഈ 2 ഗ്രൂപ്പുകൾ ചേരുമ്പോഴാണ് നമ്മുടെ ജനിതക ഘടന പൂർത്തിയാകുന്നത്. നമ്മളിലുള്ള 46 ക്രോമസോമുകൾ പൂർത്തിയാകുന്നത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു കെമിക്കൽ ഫോമുലയൊക്കെ പറയൂലേ, നമ്മളിപ്പോൾ ജലം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫോമുലയുണ്ട് അല്ലേ, H2O. ഒരു കെമിക്കൽ ഫോമുലയുണ്ട്, അതിന് രാസസൂത്രമുണ്ട്. അതുപോലെ നമ്മുടെ ക്രോമസോം നമ്പർ സൂചിപ്പിച്ചുകൊണ്ട് എന്തുണ്ട്? ഒരു ജനിതക ഘടന, ഒരു രാസസൂത്രമുണ്ട്. ജനിതക ഘടന എന്നാണ് അതിനെ പറയുന്നത്. ആ ചിത്രത്തിൽ സ്ത്രീയുടെ രൂപത്തിന് താഴെ എന്തെഴുതിയിരിക്കുന്നു? 44 അധികം XX എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ 44 എന്താണ്? സ്വരൂപ ക്രോമസോമുകൾ. അതെ, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്വരൂപ ക്രോമസോമുകൾ 44 അധികം പിന്നെ എന്തുണ്ട്? 2 ലിംഗനിർണയ ക്രോമസോമുകൾ. അത് ഒരു ജോഡിയെന്ന് എഴുതായിരുന്നു അല്ലേ, പക്ഷേ 44 + 2 അപ്പോൾ 46. അപ്പോൾ ലിംഗനിർണയ ക്രോമസോമുകൾ, അതായത് ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകൾ XX എന്ന് സ്ത്രീയുടെ ചിത്രത്തിൻ്റെ നേരെ എഴുതിയിരിക്കുന്നു. അടുത്ത് നേരെ പുരുഷൻ്റെത് നോക്കിക്കേ. 44 സമരൂപ ക്രോമസോമുകൾ പ്ലസ് XY ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് നമുക്ക് അങ്ങനെ വായിക്കാം. XY, ഇവിടെ XYയും സ്ത്രീക്ക് XXുമാണ്. അതാണ് അവിടെയുള്ളൊരു ചെറിയൊരു വ്യത്യാസം അല്ലേ. പക്ഷേ വ്യത്യാസം ചെറുതാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം വലുതാണ്. XX ആകുമ്പോൾ അത് സ്ത്രീയായി മാറും, XY വരുമ്പോൾ അത് പുരുഷനായി മാറും. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞു. Y എന്ന ക്രോമസോമിനകത്ത് SRY എന്നൊരു ജീനുണ്ട്. അത് പ്രശ്നങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ജനിതക ഘടന നന്നായി എപ്പോഴും മനസ്സിൽ വച്ചിരിക്കണം. സ്ത്രീ ആണെങ്കിൽ XX പുരുഷനാണെങ്കിൽ XYയുമാണ്. വ്യത്യസ്തനായി നിൽക്കുന്നത് പുരുഷനെന്ന് ഓർത്തോണം. പുരുഷൻ വ്യത്യസ്തമായി നിൽക്കുമെന്ന് ഓർത്തോണം. പുരുഷൻ XY ആണ്. അപ്പോൾ അടുത്തൊരു ടേബിൾ നമുക്ക് എക്സസൈസ് ആയിട്ട് തന്നിട്ടുണ്ടല്ലേ, അതൊന്ന് നോക്കാവോ? ജനിതക ഘടന വെച്ചുകൊണ്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. സ്ത്രീയുടെ ജനിതക ഘടന എങ്ങനെയാണ്? 44 + XX, അതായത് XX ലിംഗനിർണയ ക്രോമസോമുകളും. പുരുഷൻ്റെത് വരുമ്പോൾ 44 അധികം XY
44 സമരൂപ ക്രോമസോമുകളും XY ലിംഗനിർണ്ണയ ക്രോമസോമുകളും. രണ്ടാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? ആകെ ക്രോമസോമുകളുടെ എണ്ണം. സ്ത്രീക്ക് ആകെ എത്രയുണ്ട്? 44 + XX ആണ്. അപ്പോൾ 46 അല്ലേ? പുരുഷനാണെങ്കിലോ 44 + XY ആണ്. അതും ഓക്കെയാണ്. അപ്പോൾ അത് ഏത് ജീവിവർഗത്തിലായാലും പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിൽ ക്രോമസോമുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ക്രോമസോം ഘടനയിൽ വ്യത്യാസമുണ്ട്, എണ്ണത്തിൽ വ്യത്യാസം ഇല്ല. അടുത്ത സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം. രണ്ടിലും ഒരുപോലെയാണോ നോക്കിക്കേ? ആണല്ലേ. രണ്ടു പേർക്ക് 44 സ്വരൂപ ക്രോമസോമുകളാണുള്ളത്. അപ്പോൾ അതിൽ വ്യത്യാസം ഇല്ല. അപ്പോൾ എന്തൊക്കെ വ്യത്യാസമില്ല? ടോട്ടൽ നമ്പറിൽ വ്യത്യാസമില്ല, സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല, പിന്നെ ലിംഗനിർണ്ണയ ക്രോമസോമുകളുടെ എണ്ണവും തരവും. എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അവിടെയും എണ്ണത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷെ തരത്തിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? സ്ത്രീക്കാണെങ്കിൽ XX-ഉമാണ്, പുരുഷനാണെങ്കിൽ XY-യുമാണ്. ഓക്കെ. ആ ടേബിൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ചെയ്യേണ്ട, പിന്നീട് ടെക്സ്റ്റ് എടുത്ത് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഗർഭാശയത്തിൽ വെച്ച് ഗർഭാശയത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും പിതാവിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ക്രോമസോം ലഭിക്കുന്നുണ്ട്. 2 പേരിൽ നിന്നും പകുതി പകുതിയാണ് ലഭിക്കുന്നത്. 23 ക്രോമസോമുകൾ അമ്മയിൽ നിന്നും 23 ക്രോമസോമുകൾ അച്ഛനിൽ നിന്നും ലഭിക്കുന്നു. ഇവ തമ്മിൽ ചേരുന്നു. പക്ഷെ ഇങ്ങനെ ലഭിക്കുന്നതിൽ ചിലപ്പോൾ ചില വേരിയേഷനുകൾ വരാം. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആവശ്യമായ ജനിതക ഘടനയാണ് നമ്മൾ പഠിച്ചത്. 44 + XX അല്ലെങ്കിൽ 44 + XY. ഇതാണ് നോർമലായിട്ടുള്ള മനുഷ്യൻ്റെ ജനിതക ഘടന. പക്ഷേ ഇതിലെന്ത് വരാം? ചില ഫോൾട്ടുകൾ വരാം. അത്തരത്തിൽ വരുന്ന ചില ഫോൾട്ടുകളാണ്, ചില സിൻഡ്രോംസ് ആണ് അടുത്ത് പറയുന്നത്. 4 പറയുന്നുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാമല്ലോ. 44 + X0. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? X0 ആണ്. 44 എല്ലാവർക്കും ഓക്കെയാണ്. ലിംഗനിർണ്ണയ ക്രോമസോമിൽ മാത്രമാണ് ഈ വേരിയേഷൻ വരുന്നത്. X0, അതായത് X കഴിഞ്ഞിട്ട് ആണാണോ പെണ്ണാണോ തീരുമാനിക്കേണ്ട സംഭവം അടുത്ത് കാണാനില്ലല്ലേ? ഇല്ല, X മാത്രമേ ഉള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് ടണ്ണർ സിൻഡ്രോം. എന്താണ്? ടണ്ണർ. പഠിക്കണം കേട്ടോ വേർഡ്. ടണ്ണർ സിൻഡ്രോം. X മാത്രം വന്നാൽ ടണ്ണർ സിൻഡ്രോം. അത് സ്ത്രീ ആയിരിക്കുമോ പുരുഷനായിരിക്കുമോ? സ്ത്രീ ആയിരിക്കും. കാരണം X ഉണ്ട്, Y ഇല്ലല്ലോ. Y ഉണ്ടെങ്കിലല്ലേ പുരുഷനാകൂ. SRY വരൂ. അപ്പോൾ സ്ത്രീ ആയിരിക്കും ടണ്ണർ സിൻഡ്രോമുള്ള വ്യക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തത് 44 + XXX അല്ലേ? 3 Xകൾ. ഇവർ പുരുഷനായിരിക്കോ സ്ത്രീ ആയിരിക്കോ? സ്ത്രീ ആയിരിക്കും. കാരണം Y ഇല്ല. ഇവരെ വിളിക്കുന്ന പേരാണ് XXX സിൻഡ്രോം. എന്താണ്? XXX സിൻഡ്രോം. അത് എളുപ്പമാണല്ലേ? പേര് പോലെ, ആ ഒരു ഫിഗർ പോലെ തന്നെ. 3 X ആണെങ്കിൽ XXX സിൻഡ്രോം. മറ്റേത് ടണ്ണർ, X മാത്രമായ ടണ്ണർ. മൂന്നാമത്തത് XXY. സ്ത്രീക്ക് ആവശ്യമായ XX ഉണ്ട്, പക്ഷേ Yയും. അപ്പം നേരത്തെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചു, ആ ടേബിൾ പഠിച്ചപ്പോൾ എണ്ണം തുല്യമാണെന്ന് പഠിച്ചല്ലേ? പക്ഷെ അതെന്താണ്? നോർമൽ കേസാണ്. നോർമൽ കേസിൽ 46 വരും. പക്ഷേ ഇവിടെ നോക്കിയിരിക്കുക, നേരത്തെ പറഞ്ഞ XXX സിൻഡ്രോമിലും ഇപ്പോൾ പറയുന്ന സിൻഡ്രോമിലും ഒരെണ്ണം കൂടുതൽ വരുന്നുണ്ട്. 47 വരുന്നുണ്ട്. അത് എക്സെപ്ഷണൽ കേസാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്, വീണ്ടും പഠിക്കുന്നത്. ഓക്കെ, നോർമൽ കേസിൽ തുല്യമായിരിക്കും. എക്സെപ്ഷണൽ കേസാണ് നമ്മളിപ്പോൾ പറയുന്നത്. XXY. XXY എന്ന് പറയുമ്പോൾ പുരുഷനായിരിക്കും സ്ത്രീ ആയിരിക്കുമോ? Y വന്നതുകൊണ്ട് ഉറപ്പായിട്ടും SRY ജീൻ വന്നിട്ടുണ്ടാകും. ഭക്ഷണ രൂപീകരണം നടന്നിട്ടുണ്ടാകും. അത് പുരുഷനായിരിക്കും. ശാരീരികമായിട്ട് പുരുഷനായിരിക്കും അല്ലേ? ക്ലൈൻഫെൽറ്റർ. എന്താണ് പേരിൻ്റെ പേര്? പഠിക്കണം കേട്ടോ. അത് ക്ലൈൻഫെൽറ്റർ. 2 വിഷമമുള്ള പേര് പഠിച്ചു. ആദ്യത്തേത് ടണ്ണർ, രണ്ടാമത്തേത് ക്ലൈൻഫെൽറ്റർ. ഓക്കെ, അടുത്തത് XYY. എന്താണ്? XYY സിൻഡ്രോം. അതിൻ്റെ പേരും അങ്ങനെ തന്നെ, എളുപ്പം. XYY സിൻഡ്രോം. ഇവിടെ എന്താണ്? Y 2 ഉണ്ടല്ലേ? ഇവിടെ 47 ക്രോമസോം വരുന്നുണ്ട്. ഒരു Xും 2 Y ക്രോമസോമുള്ള പുരുഷന്മാരാണ്. കാരണം Y ഉള്ളതുകൊണ്ട് പുരുഷന്മാരായിരിക്കും. അപ്പോൾ പുരുഷന്മാരിൽ വരുന്ന സിൻഡ്രോം ഏതൊക്കെയാണ്? XYYയും XXYയും. ഓക്കെ, അതായത് പുരുഷൻ എന്ന് പറയുമ്പോൾ XY ആണ്. അതിൻ്റെ കൂടെ ഒരു X കൂടെ വന്നാൽ അത് ക്ലൈൻഫെൽറ്ററും, അതിൻ്റെ കൂടെ ഒരു Y കൂടി വീണ്ടും വന്നാൽ അത് XYY സിൻഡ്രോം. ഓക്കെ ആണല്ലോ? ഡൺ ആണല്ലോ?
ഇനി ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് അതിൽ 2 കണ്ടീഷൻ വീണ്ടും ഒന്ന് എടുത്തു നോക്കാം. ആദ്യത്തെ നോക്കിയാൽ X0 വരുമ്പോൾ ശാരീരികമായിട്ട് ആ വ്യക്തി ആരായിരിക്കും? സ്ത്രീ ആയിരിക്കും. പക്ഷേ നമുക്കറിയാം ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൗമാരഘട്ടത്തിലെത്തുമ്പോൾ ശാരീരികമായിട്ട് ആ സ്ത്രീയുടേതായോ പുരുഷൻ്റെ ആയിട്ടുള്ള ശാരീരിക വ്യത്യാസങ്ങൾ അല്ലേ, ലൈംഗിക വ്യതിയാനങ്ങൾ ശരീരത്തിലുണ്ടാവും, മാനസികമായിട്ടും ഉണ്ടാവും, ചിന്തകളിലും എല്ലാം ഉണ്ടാകും അല്ലേ. ആ ഒരു ലൈംഗിക വ്യത്യാസം, വളർച്ച, ലൈംഗിക വികാസം കൗമാര കാലഘട്ടത്തിൽ X0 കണ്ടീഷനുള്ള ടണ്ണർ സിൻഡ്രോം ഉള്ള സ്ത്രീകളിൽ ഉണ്ടാകില്ല. ഓക്കെ, കാരണം രണ്ടാമത്തെ X ഇല്ലാത്തത് കൊണ്ടാണത്. ഇനി മറ്റൊരു കണ്ടീഷൻ നോക്കിക്കേ, XXY മൂന്നാമത്തത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം വരുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? XY ആണ്, പുരുഷനാണ്. അപ്പോൾ ബോഡി ഫിഗർ വെച്ച് നോക്കുമ്പോൾ ആൾ ആരായിരിക്കും? പുരുഷനായിരിക്കും. പക്ഷേ ആ ഒരു X കൂടെ കിടക്കുന്നത് കൊണ്ട് ആ ലൈംഗികപരമായ വികാസം, മാനസികമായിട്ടുള്ള വികാസങ്ങളും വികാരപരമായിട്ടുള്ള വികാസങ്ങളെല്ലാം ഏതായിരിക്കും? സ്ത്രീയുടേതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ആരിൽ വരും? ഈ സിൻഡ്രോം ഉള്ളവരിൽ വരും. അവരിൽ ക്രോമസോം നമ്പറിലും വ്യത്യാസമുണ്ടാകും. ആദ്യം പറഞ്ഞ ടണ്ണറിലാണെങ്കിൽ 46 ജോഡിയല്ല, 46 എണ്ണം അല്ല, 45 എണ്ണം ആയിരിക്കും. ബാക്കി പറഞ്ഞ സിൻഡ്രോംസിലെല്ലാം ഓരോ എണ്ണം കൂടി 47 നിൽക്കും. ഓക്കെ ആണല്ലോ. നമ്മൾ ഒരു സെക്ഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ, DNA എന്ന് പറയുന്ന സെക്ഷൻ പൂർത്തിയായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീനാണ്. ഇനി ജീന് പഠിക്കണം, RNAയും പഠിക്കണം. ഓക്കെ, പഠിക്കാവോ? ശരി. ജീനുകളെക്കുറിച്ച് പറയുമ്പോൾ ജീനെന്ന് പറഞ്ഞാൽ DNA ഭാഗമാണ്. DNA നമ്മൾ പറഞ്ഞല്ലോ, ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ അടുക്കി വരുന്നുണ്ടല്ലേ. ഇതിൽ നിശ്ചിത എണ്ണം ന്യൂക്ലിയോടൈഡുകളുടെ ഗ്രൂപ്പിനെയാണ് ജീൻ എന്ന് പറയുന്നത്. എന്താണ്? DNAയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീന്. ജീനുകളുടെ ഡ്യൂട്ടി എന്താണ്? ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ റൈബോസോമിനകത്ത് എന്തുണ്ടാകുന്നത്? പ്രോട്ടീൻ രൂപപ്പെടുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരം? ജീനിൻ്റെ നിർദ്ദേശപ്രകാരം. ഈ പ്രോട്ടീൻ എന്തിനാ ശരീരത്തിൽ? നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിക് ആക്ടിവിറ്റീസിലെ മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും അതുപോലെ സ്വഭാവ രൂപീകരണത്തിനും ആരാവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. ശരീര പ്രവർത്തനങ്ങൾക്കും സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുന്നതിനും പ്രോട്ടീൻ ആവശ്യമാണ്. ഈ പ്രോട്ടീൻ്റെ നിർമ്മാണം നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകുന്നത് ആരാണ്? ജീനാണ്. ഈ ജീനിനോടൊപ്പം മറ്റൊരാളും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് പ്രോട്ടീൻ നിർമ്മാണം സാധ്യമാകുന്നത്. അതാണ് RNA. ആരാണ്? RNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡും കൂടെ ചേരുമ്പോഴാണ് പ്രോട്ടീൻ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഈ RNAയുടെ ഫിഗറാണ് നമ്മൾ അടുത്ത് കാണുന്നത്. RNAയുടെ ഫിഗർ നോക്കൂ. DNA ആയിട്ട് ചെറിയ സാമ്യത ഉണ്ട്, ഒരു ചുറ്റുമാതൃകയൊക്കെ ഉണ്ടല്ലേ, ഇഴയും പടിയും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ചില വ്യത്യാസങ്ങളും ഉണ്ട്. നോക്കിക്കോ, ഒന്നാമത്തെ ഫിഗർ. എത്ര ഇഴകളാണ് ഉള്ളത്? ഒരു ഇഴയേ ഉള്ളൂ. DNA പോലെ 2 ഇഴകളില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? അവിടെ നൈട്രജൻ ബേസുകൾ എന്ത് ചെയ്യുന്നില്ല? ജോഡി ചേരുന്നില്ല. ഓക്കെ, അപ്പോൾ DNAയും RNAയും അതിൻ്റെ ഫിഗറിലുള്ള ഘടനയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇഴകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്നില്ല എന്നൊരു പ്രത്യേകതയും ഉണ്ട്. രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗർ നോക്കുമ്പോൾ അതിലെ ഘടകങ്ങൾ പറയുന്നുണ്ടല്ലേ. ആദ്യം തന്നെ ഘടന, അടുത്ത് പറഞ്ഞാൽ ഘടകങ്ങൾ. ഇവിടെയും DNA വന്നതുപോലെ തന്നെ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസും ഉണ്ട് അല്ലേ, 3 ഉണ്ട്. പക്ഷെ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം. ഫോസ്ഫേറ്റ് സെയിം ആണ്, പക്ഷേ ഷുഗർ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ DNA കണ്ടത് ഡയോക്സി റൈബോസ് പഞ്ചസാരയാണെങ്കിൽ ഇവിടെ റൈബോസ് പഞ്ചസാരയാണ്. ഏതാണ്? റൈബോസ് പഞ്ചസാര. ഇനി അവിടെ കണ്ട നൈട്രജൻ ബേസുകൾ 4 എണ്ണം ഏതൊക്കെയാ? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ അല്ലേ. ഇവിടെ വരുന്നത് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസാണ് RNAയിലുള്ളത്. പേരൊരിക്കൽ അവിടെ പറഞ്ഞേ, യുറാസിൽ. അപ്പോൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ DNAയിലും അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ RNAയിലുമാണ്. ഓക്കെ, തെറ്റില്ലല്ലോ. ഇനി അടുത്ത് നമുക്കൊരു ടേബിൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ജനിതക ഘടന ഒരു ടേബിളിൽ ഫില്ല് ചെയ്തതുപോലെ ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. അത് നോക്കാം. ആദ്യം പറഞ്ഞ ഇഴകളുടെ എണ്ണം
അറിയാലോ, DNA-യിൽ 2 ഇഴകളുണ്ട്, RNA-യിൽ 1 ഇഴയേ ഉള്ളൂ. ഇനി പഞ്ചസാര തന്മാത്രയുടെ തരം എങ്ങനെയാണ്? DNA-യിൽ ഡൈഓക്സി റൈബോസും RNA-യിൽ റൈബോസ് പഞ്ചസാരയും ഓക്കെയാണ്. നൈട്രജൻ ബേസുകൾ എന്താ വ്യത്യാസം? DNA-യിലെ നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്നുണ്ട്, ഇവിടെ ജോഡി ചേരുന്നില്ല RNA-യിൽ. ഇനി DNA-യിലെ നൈട്രജൻ ബേസുകൾ 4ആണ്, ഇവിടെയും 4ആണ്. പക്ഷേ ആ സാധനത്തിൽ വ്യത്യാസമുണ്ട്. എന്താ? DNA-യിൽ ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അടുത്ത RNA-യിൽ വരുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിങ്ങനെ വരും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങളാണ്. എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്? RNA-യുടെയും ജീനിൻ്റെയും സഹായത്തോടെ എങ്ങനെയാണ് റൈബോസോമിൽ വച്ചിട്ട്, മറ്റൊരു കോശാംഗമാണ് റൈബോസോം അല്ലേ, റൈബോസോമിൽ വച്ചിട്ട് എന്ത് നിർമ്മിക്കപ്പെടുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. അത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്? അത് ഒരു ചെറിയൊരു ഫിഗറിലൂടെ തന്നിട്ടുണ്ട്. അതിന് ചില ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ, നോക്കാം. 2 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റെപ്പും രണ്ടാമത്തേത് ട്രാൻസ്ലേഷൻ സ്റ്റെപ്പും. എന്തൊക്കെയാണ്? ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റെപ്പ് നടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിൽ. രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് റൈബോസോമിലാണ്. എവിടെയാ? റൈബോസോമിൽ. ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ DNA-യിൽ ജീനുകളുണ്ടെന്ന് പറഞ്ഞല്ലേ. എന്തുണ്ട്? ജീനുകളുണ്ട്. ജീൻ എന്ന് പറയുന്നത് DNA-യിലെ നിശ്ചിത എണ്ണം ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് DNA. ഇത്തരത്തിലുള്ള ജീനിൽ നിന്ന് mRNA എന്ന് പറയുന്ന നിർദ്ദേശമടങ്ങിയ ഒരു RNA സ്ട്രിങ് ഉണ്ടാകും. എന്താണ്? mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA എന്നാണ്. RNA-യുടെ പേരെന്താണ്? മെസ്സഞ്ചർ RNA. ഈ മെസ്സഞ്ചർ RNA-യിൽ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തിനാവശ്യമായ നിർദ്ദേശമാണ്. ഇന്ന തരത്തിലുള്ള പ്രോട്ടീൻ നിർമ്മിക്കണം എന്നൊരു നിർദ്ദേശം ആർക്ക് കൊടുക്കാൻ പോവുകയാണ്? റൈബോസോമിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ എന്ത് സംഭവിച്ചു? DNA-യിൽ നിന്ന് DNA-യിലെ നിശ്ചിത ജീനിൽ നിന്ന് അല്ലെങ്കിൽ ജീനിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? mRNA ഉണ്ടാകുന്നു, അതായത് മെസ്സഞ്ചർ RNA. ഇതിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള നിർദ്ദേശം അടങ്ങിയിരിക്കുന്നു, മെസ്സേജ്. ഈ mRNA നേരെ ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലേക്ക് പോകുന്നു. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ടൈമിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? റൈബോസോമിൽ ആരെത്തി? ഇപ്പോൾ mRNA എത്തി. ഈ mRNA-യിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശം ആര് വായിക്കും? റൈബോസോമും വായിക്കും. റൈബോസോം വായിച്ചു കഴിയുമ്പോൾ റൈബോസോമിലുള്ള tRNA എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ RNA ഇതെന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്രോട്ടീൻ നിർമ്മാണത്തിന് എന്ത് വേണം? അമിനോ ആസിഡ് വേണം അല്ലേ. അപ്പോൾ ഏത് പ്രോട്ടീനാണോ നിർമ്മിക്കാൻ പറഞ്ഞത് അതിനാവശ്യമായ അമിനോ ആസിഡുകളെ കൊണ്ടുവരും. ആര് കൊണ്ടുവരും? tRNA. ആ ഫിഗറിൽ നോക്കിക്കേ, ഇടയ്ക്കിടയ്ക്ക് ഡ്രോണിൻ്റെ ചിത്രം പോലെ അല്ലേ, ഡ്രോണിൻ്റെ ചിത്രം പോലെ ഒരു ഭാഗമുണ്ട്. അതാണ് tRNA. tRNA എന്ത് കൊണ്ടുവരും? അമിനോ ആസിഡ് കൊണ്ടുവരും. അങ്ങനെ അമിനോ ആസിഡ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ റൈബോസോമിലുള്ള rRNA, റൈബോസോം RNA-യുടെ സഹായത്തോടെ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് 3 തരത്തിലുള്ള RNA ഈ 2 ഘട്ടത്തിലായിട്ട് വരുന്നുണ്ട്. ആദ്യം ന്യൂക്ലിയസിനുള്ളിൽ രൂപപ്പെടുന്ന mRNA, അതിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് നിർദ്ദേശമുണ്ട്. രണ്ടാമത്തേത് റൈബോസോമിൽ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത് ആരാണ്? tRNA. മൂന്നാമത്തേത് ആരാണ്? rRNA. അതാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത് 3 RNA-കളെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അവസാനത്തെ നോക്കി rRNA, റൈബോസോമൽ RNA എന്താ ചെയ്യുന്നത്? റൈബോസോമുകളുടെ പ്രധാന ഘടകമാണ് റൈബോസോമൽ RNA. അമിനോ ആസിഡുകൾക്ക് തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നത്, അതായത് അമിനോ ആസിഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്നത് ആ ഡ്രോൺ ലൈക്ക് ഏതാണ്? tRNA അല്ലേ. tRNA എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീൻ, അതായത് mRNA-യുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രോട്ടീൻ നിർമ്മാണത്തിന് അമിനോ ആസിഡുകളെ എത്തിക്കുന്നു. ഇനി ആദ്യം വരുന്നത് ആരാണ്?
mRNA എവിടെയാണ് ഉണ്ടാകുന്നത്? അതെ, ന്യൂക്ലിയസിനുള്ളിലെ DNA നിന്നാണ് എന്തുണ്ടാകുന്നത്? mRNA ഉണ്ടാകുന്നത്. ഫങ്ഷൻ എന്താണ്? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള നിർദ്ദേശം റൈബോസോമിന് നൽകുക. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ അല്ലേ? അടുത്ത ഒരു കാര്യം കൂടി നമുക്ക് ഇന്നത്തെ ദിവസം നോക്കാം. എന്താണ്? ജീനുകളാണ് നമ്മുടെ സ്വഭാവം, പാരമ്പര്യം തലമുറകളിലേക്ക് കൈമാറുന്നത്. മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങളും ശാരീരിക സവിശേഷതകളും ഒക്കെ സന്താനങ്ങളിലേക്ക് കൈമാറാൻ കാരണം ജീനുകളാണ്. 2 തരത്തിലുള്ള കാര്യങ്ങൾ, പാരമ്പര്യം അഥവാ വ്യതിയാനം, പാരമ്പര്യവും വ്യതിയാനവും, ഇങ്ങനെ 2 കാര്യങ്ങൾ അടുത്ത് പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ സവിശേഷതകൾ അതുപോലെ തന്നെ സന്താനങ്ങളിലേക്ക് കൈമാറപ്പെടുന്നതാണ് പാരമ്പര്യം. നമുക്കറിയാം അല്ലേ? മാതാപിതാക്കളിലെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പാരമ്പര്യം. എന്നാൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരേ സ്വഭാവമാണോ? ഒരപ്പനും അമ്മയ്ക്കുമുള്ള 2 മക്കൾ രണ്ടുപേരും ഒരേ സ്വഭാവമാണോ? അല്ല. ചില കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കും, ചിലത് വ്യത്യാസമായിരിക്കും അല്ലേ? ചിലപ്പോൾ അവർ നിറത്തിൽ ഒരുപോലെ ആയിരിക്കാം, പക്ഷെ സ്വഭാവത്തിൽ വ്യത്യസ്തരായിരിക്കാം. ഉയരത്തിൽ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും, പക്ഷെ അവർ ഒരാൾ മെലിഞ്ഞിട്ട് ഒരാൾ വണ്ണം വെച്ച ശരീരമായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ചില സ്വഭാവങ്ങൾ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അതുപോലെ മക്കളിലേക്ക് വരും, ചിലത് വരാതെയും ഇരിക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ജീനുകൾ ചിലത് പാരമ്പര്യമായിട്ട് കൊണ്ടുവരുന്നതും ചില സ്വഭാവങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാതെയും ഇരിക്കുന്നുണ്ട്. അതാണ് വ്യതിയാനം. ഇങ്ങനെ പാരമ്പര്യവും വ്യതിയാനവും ജീനുകൾ നിലനിർത്തുന്നത് കൊണ്ടാണ് ഒരു കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത ശരീരപ്രകൃതവും സ്വഭാവവുമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കും, ഐഡൻറ്റിക്കൽ ട്വിൻസ് പോലെ അല്ലേ? അതെ. അപ്പോൾ ഇവിടെ പഠിച്ച 2 കാര്യം, ഒന്ന് പാരമ്പര്യം, മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. മറ്റൊന്ന് വ്യതിയാനം, മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തരായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകൾ. ഇതിന് 2നും കാരണം ആരാണ്? ജീനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാഠത്തിൻ്റെ പകുതി പോർഷനോളം നമ്മൾ കവർ കഴിഞ്ഞു. അടുത്ത ഭാഗം ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്ന് പഠിച്ച ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. 1. DNA. കോശത്തിനുള്ളിലെ ന്യൂക്ലിയസിനുള്ളിൽ മൈറ്റോകോൺട്രിയയിൽ കാണപ്പെടുന്നു. ഘടന ചുറ്റുഗോവണിയുടെ മാതൃക, 2 ഇഴകളും പടികളും. ഇഴ ഫോസ്ഫേറ്റും ഡയോക്സി റൈബോസ് പഞ്ചസാരയും ചേർന്നുണ്ടാകുന്നു. പടികൾ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാകുന്നു. നൈട്രജൻ ബേസുകൾ 4 എണ്ണം. അതിൽ സൈറ്റോസിനും ഗ്വാനിനും ജോഡി ചേരുന്നു, അഡിനിനും തൈമിനും ജോഡി ചേരുന്നു. ന്യൂക്ലിയോടൈഡ് എന്നാൽ DNA അടിസ്ഥാന നിർമ്മാണ യൂണിറ്റ്. ഒരു ഫോസ്ഫേറ്റ്, ഒരു പഞ്ചസാര തന്മാത്ര, ഒരു നൈട്രജൻ ബേസ് എന്നിവ ചേർന്നുണ്ടാകുന്നു. ഒരു DNA നീളം 5 സെൻറ്റിമീറ്റർ. ഒരു കോശത്തിനുള്ളിലെ 46 DNA നീളം 2 മീറ്റർ. മനുഷ്യ ശരീരത്തിലെ DNA ഏകദേശ നീളം 6700 കോടി മൈൽ. 2. ക്രോമസോം. ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ ക്രോമാറ്റിഡും സെൻട്രോമിയറും. ഘടകങ്ങൾ ഹിസ്റ്റോൺ, DNA. 8 ഹിസ്റ്റോൺ ചേർന്ന ഹിസ്റ്റോൺ ഒക്ടാമർ. അവയെ DNA പൊതിയുമ്പോൾ ന്യൂക്ലിയോസോമുകൾ ചുറ്റി ക്രോമാറ്റിഡ്, അങ്ങനെ ക്രോമസോം രൂപം കൊള്ളുന്നു. 44 സ്വരൂപ ക്രോമസോമുകളും 2 ലിംഗനിർണയ ക്രോമസോമുകളുമാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ജനിതക ഘടന മെയിലിൻ്റെത്, പുരുഷൻ്റേത് 44+XY, സ്ത്രീയുടേത് ഫീമെയിൽ 44+XX. വ്യത്യസ്ത ജനിതക ഘടനകൾ X0 ടണ്ണർ സിൻഡ്രോം, XXX ട്രിപ്ലെക്സ് സിൻഡ്രോം, XXY ക്ലൈൻ വെർട്ടർ സിൻഡ്രോം, XYY സിൻഡ്രോം. 3. RNA. ഇഴ ഫോസ്ഫേറ്റ് റൈബോസ് പഞ്ചസാര എന്നിവ ചേർന്നും പടി നൈട്രജൻ ബേസ് കൊണ്ടും രൂപം കൊള്ളുന്നു. നൈട്രജൻ ബേസ് RNAയിൽ ജോഡി ചേരുന്നില്ല. നൈട്രജൻ ബേസുകളിൽ തൈമിൻ RNAയിലില്ല, പകരം യുറാസിൽ. 4. ജീൻ. നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ജീനിൻ്റെ ധർമ്മം പ്രോട്ടീൻ നിർമ്മാണം. 5. പ്രോട്ടീൻ നിർമ്മാണം. ഘട്ടം 1 ട്രാൻസ്ക്രിപ്ഷൻ. മെസ്സഞ്ചർ RNA ന്യൂക്ലിയസിനുള്ളിൽ രൂപപ്പെടുന്നു. ഘട്ടം 2 ട്രാൻസ്ലേഷൻ. tRNA അമിനോ ആസിഡ്സ് എത്തിക്കുന്നു. rRNA
അമിനോ ആസിഡ്സിനെ ബോണ്ട് ചേർത്ത് പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നു. ഇന്ന് പഠിച്ച ഭാഗത്തിൻ്റെ ഷോർട്ട് നോട്ടാണിത്. ഇത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യുക. പാഠത്തിൻ്റെ അടുത്ത ഭാഗം സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.